എല്ലാവരും ഇപ്പം നോമ്പ് തുറക്കാനായിട്ടുള്ള പല പല റെസിപ്പീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് കൊച്ചിക്കാരുടെ കോഴിപ്പിടിയാണത്. കൊച്ചിയിലുള്ളവർ ഇത് കോഴി വെച്ചും ചെമ്മീൻ വെച്ചും ചീര വെച്ചും എല്ലാം ഇതുണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കോഴി വെച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റിൽ എനിക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പം ഈ കോഴിപ്പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിടികളാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പറയുന്ന ഈ ഗ്ലാസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മെഷറിംഗ് കപ്പിലുള്ള 1 കപ്പിൻ്റെ അളവാണ് പറയുന്നത്. അതായത് 250 ml ആണ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് എന്ന് പറയുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഈ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് അവിടെ ഇടുക. ഇവിടെ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്കാണല്ലോ. പക്ഷേ ചില അരിപ്പൊടിക്ക് മൂപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് 1.25 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് 1/2 ഗ്ലാസ് കൂടെ കൂടുതൽ വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1/2 ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പോരെങ്കിൽ ആ തിളച്ച 1/2 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പിടിക്കുള്ള പൊടിയൊക്കെ നല്ലപോലെ വാട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ചൂടാറിയിട്ട് കുഴയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം, എങ്കിലേ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടുകയുള്ളൂ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു കെൻവുഡിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ. അതിലാണ് ഞാൻ ഇപ്പോൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ പിടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഈ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം എന്നുള്ളത് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ കൈ അങ്ങനെ പൊള്ളാതിരിക്കാനായിട്ട്, ചൂടടിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അധികം ചൂട് കയ്യിൽ ഫീൽ ചെയ്യില്ല. കംപ്ലീറ്റ്ലി ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിടികളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ പിടികളായിട്ട് ഉരുട്ടിയെടുക്കുന്നതൊന്നും പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ വട്ടത്തിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ചില ആളുകൾ ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വിരലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ നീളത്തിലും പിടികൾ ഇടാറുണ്ട്. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് ഈ വട്ടത്തിൽ തന്നെ ചെയ്യുന്നതാണ്. അതായത് ഈ കുഴച്ച പൊടി ഇതേപോലെ വട്ടത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. നീളത്തിൽ വേണ്ടവർ നീളത്തിലും ആക്കിയെടുക്കുക. ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനത്തെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പിടികളുടെ മുകളിലോട്ട് നമുക്ക് അല്പം അരിപ്പൊടി വിതറി കൊടുക്കാം. ആ വിതറി കൊടുക്കുന്ന അരിപ്പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്കായിട്ടുള്ള ഒരളവിൽ അരിപ്പൊടി വിതറി കൊടുക്കുക. ഏകദേശം 1/3 കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ കോഴിപ്പിടിക്കുള്ള പിടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗ്രേവിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ നാടായ ഈരാറ്റുപേട്ടയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് തിക്കിടി. അതായത് കോട്ടയം സൈഡിലൊക്കെ ഉള്ളവർക്കറിയാം ഈ തിക്കിടി എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ തിക്കിടി എന്ന് പറഞ്ഞാൽ ഈ പിടിയുമായിട്ട് ഏകദേശം സാമ്യമുള്ള ഒരു റെസിപ്പിയാണ്. അവിടെ ഇതേപോലെ കോഴിക്കറി സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ കൂടെ കഴിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള
ഈ കോഴിപ്പിടി ഇതുപോലെ തന്നെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ തിക്കിടി. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോൺ ഉള്ളതും എടുക്കാം, പക്ഷേ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച്. കാരണം ഈ പിടിയുടെ കൂടെ മിക്സ് ചെയ്ത് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അറിയില്ല ചിലപ്പോൾ എല്ലൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ബോൺലെസ് പീസ് തന്നെ എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കനൊക്കെ എടുക്കുന്ന പോലെ വളരെ ചെറിയ പീസസ് ആയിട്ട് വേണം ബോണുള്ള ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇവിടെ ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു 200 ഗ്രാം ചുവന്നുള്ളിയും 10 പച്ചമുളകുമാണ് എടുക്കേണ്ടത്. ഞാൻ ഈ വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, ഞാൻ ഈ പറയുന്ന അളവാണ് കറക്റ്റ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 7-8 എണ്ണം മതി. എനിക്കിവിടെ എരിവ് അധികം ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു 10 എണ്ണത്തോളം എടുത്തത്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒരു മിക്സിയുടെ ബൗളിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയുണ്ടെങ്കിലും ഒരുവിധം ഒന്ന് അരഞ്ഞ പോലെ തന്നെ വരികയും വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ച് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1/4 കപ്പോളം വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അരയ്ക്കുന്ന ഈ ഒരു മസാലയ്ക്കാണ് കൊച്ചിയിലുള്ളവർ പച്ച മസാല എന്ന് പറയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് കൊച്ചിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പച്ച മസാലയിലുള്ള കറികളും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം പച്ച മസാലയിലാണ്. അപ്പോൾ ഈ പച്ച മസാല എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ ഞാൻ ഈ കൊച്ചി വന്നതിന് ശേഷമാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മദറിൻലോ ഒക്കെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പോലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പച്ച മസാല വഴറ്റുക എന്നുള്ളതാണ്. കോഴിക്കറി ഉണ്ടാക്കും, മുട്ടക്കറി ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഈ പച്ച മസാലയിലുള്ള വെപ്പുണ്ട് ഈ കൊച്ചിക്കാർക്ക്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി എന്ന് പറയുന്നത് മട്ടൺ ബ്രെയിൻ റോസ്റ്റ്, പച്ച മസാലയിൽ ഉണ്ടാക്കുന്ന മട്ടൺ ബ്രെയിൻ റോസ്റ്റ്. ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് ബ്രെയിനൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ പച്ചമസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ കോഴിപ്പിടിയില. ഇനിയും നമ്മൾ കുറച്ചും കൂടിയൊക്കെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ആ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബോൺലെസ് പീസസ് 1/2 കിലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ യോജിച്ച് വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം. ഉപ്പ് പോരെങ്കിൽ പാകത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ ചിക്കനൊക്കെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ ചിക്കനും ഈ മസാലയും എല്ലാം കൂടി നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലയ്ക്കകത്തൊക്കെ ചിക്കൻ നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് എരിവ് വേണ്ട അത്രയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ 4 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവ് ഞാൻ എങ്ങനെയാണ് എടുത്തതെന്ന് പറഞ്ഞുതരാം. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ പിടികൾ ഇതേപോലെയുള്ള ഒരു ബൗളിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഈ ബൗളിൻ്റെ 1/4 ഭാഗത്തോളം ഈ ഉരുട്ടിയ പിടികളും ഉണ്ട്. ഇനി നമുക്ക് ഈ അതേ അളവിൽ ഈ ബൗളിൻ്റെ 1/4 ഭാഗം അത്രയും വെള്ളം എടുത്ത് വെക്കണം. ആ വെള്ളമാണ് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ പിടികൾ എത്രയുണ്ടോ അതേ ലെവലിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ
അങ്ങനെ എടുത്ത ഈ വെള്ളത്തിൻ്റെ അളവ് ഞാനൊന്ന് ഗ്ലാസ്സിൽ അളന്ന് നോക്കിയപ്പം 250 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിവിടെ ഇപ്പം വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലും ഇതുണ്ടാക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അതേ അളവിൽ ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കുക. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 2 ഗ്ലാസ് തേങ്ങ ചിരണ്ടിയതിലോട്ട് ഒരു 3.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഒരു 4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയതിന് ശേഷം ആ തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുവാണ്. ഇപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. പക്ഷേ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ കുറച്ചും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പിടി ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ എരിവും ഉപ്പും ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറും എല്ലാം നമ്മൾ പാകമാക്കണം. അപ്പോൾ ഇവിടെ നല്ല പോലെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പിടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പിടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഈ പിടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പിടികളുടെ മുകളിൽ വെതറിയ അരിപ്പൊടിയോട് കൂടി തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ചേർത്ത ഉടനെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ അരിപ്പൊടിയും കൂടെ വരുമ്പോഴാണ് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് അങ്ങനെ ചെറിയ തീയിലിട്ട് വേവിക്കണം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് തേങ്ങ എടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ചെറിയ തരിതരിപ്പൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് സൈഡിൽ മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ തിളച്ച് വന്നിരിക്കുന്ന ഇതിലോട്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കണം. ആ ചേർത്ത് കൊടുക്കുന്ന ആ ഭാഗത്തെ വീഡിയോ ഓഫായി കിടക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ സോറി, നിങ്ങളത് ചേർത്ത് കൊടുത്തുകൊള്ളുക. ആ തേങ്ങയും കൂടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈ തേങ്ങ അരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വെള്ളത്തിലായതുകൊണ്ടാണ് തേങ്ങ അരച്ച് ലാസ്റ്റ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 8 ചുവന്നുള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പിടിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ കുറച്ച് ലൂസായിരിക്കും, എങ്കിലും ചൂടാറി വരുമ്പോൾ നല്ലപോലെ പാകത്തിനായിക്കോളും തിക്നെസ്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.